പക്ഷെ നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് ആരംഭിക്കാം. സങ്കീർത്തനം 29-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന നല്ലൊരു മിനിറ്റുകളും മണിക്കൂറുമാക്കി ഇത് മാറ്റട്ടെ. ധാരാളം ആളുകൾക്ക് ഈ വചനങ്ങൾ അത്ഭുതകരമായ വിധത്തിലും രീതിയിലും പ്രയോജനപ്പെടുന്നുണ്ട്. അനേകം കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരുപാട് തകർച്ചയിൽ നിന്ന് ദൈവം കൈ കൊടുത്ത് കൈ പിടിച്ച് വലിയ ചേറ്റിൽ നിന്ന്, ചെളിയിൽ നിന്ന്, ജീവിത തകർച്ചയിൽ നിന്ന് വചനത്തിലൂടെ കൈ പിടിച്ചുയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരെയും ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഇപ്പോൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്താണോ, ഏത് കാര്യത്തിലാണോ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഏത് കാര്യത്തിന്മേലാണോ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, അത്ഭുത ഇടപെടലുകൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാസർ മരിച്ചു. ലാസർ രോഗിയാണെന്ന് യേശുവിനെ അറിയിച്ച സമയമുണ്ട്. യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിൻ്റെ സ്നേഹിതൻ രോഗമായി വളരെ സീരിയസായി വീട്ടിലുണ്ട്, വളരെ അത്യാസന്ന നിലയിലാണ് എന്ന് പറഞ്ഞപ്പോഴും യേശു അതിനെ പ്രതികരിച്ചില്ല. യേശു വന്നില്ല. ലാസർ മരിച്ചു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ലാസറിൻ്റെ ആ ഒരു ഭവനത്തിലേക്ക് യേശു വരുന്നത്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ, എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ആവശ്യ നേരത്ത് യേശു വരാഞ്ഞത് എന്ന്, വന്നില്ലല്ലോ എന്ന് ലാസർ ഒരുപക്ഷെ മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചു കാണും. അറിയിച്ചിട്ടും വന്നില്ലല്ലോ, ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ, ദൈവം ഇടപെട്ടില്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയേക്കാം എന്നൊക്കെ ആയിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത്. എന്നാൽ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം അറിയാൻ പറ്റും. ലാസറിനെ യേശു മറന്നതുകൊണ്ടല്ല വരാതിരുന്നത്, മറന്നതുകൊണ്ടല്ല. ലാസറിനെ കുറിച്ച് ഒരു വലിയ ദൈവ പദ്ധതി ആ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടിയില്ലേലും നിന്നെ മറന്നതുകൊണ്ടല്ല, നിന്നെ ഓർക്കാത്തത് കൊണ്ടുമല്ല, ഉപേക്ഷിച്ചത് കൊണ്ടുമല്ല, നിന്നെക്കുറിച്ച് വലിയൊരു ദൈവ പദ്ധതി ആ മനസ്സിലുള്ളത് കൊണ്ടാണ്. ആ മേഖലകളിൽ ഒരു വിടുതൽ സംഭവിച്ചിരിക്കും. എല്ലാവർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായി അടുത്ത ഒരുക്കം നടത്തുന്ന ശുശ്രൂഷകൾ ധാരാളമുള്ള ഒരു സമയമാണ്. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നയിക്കണമേ. ഈ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവുണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവേ, ഇറങ്ങി വരണമേ. ഈ കുടുംബങ്ങളിൽ വരണമേ, ഈ മാതാപിതാക്കളിൽ വരണമേ, ഈ കുഞ്ഞുങ്ങളിൽ വരണമേ, ഈ സഹോദരി സഹോദരന്മാരിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ വീടുകളിലും ഈ വാഹനത്തിലും ഈ നിയോഗങ്ങളിലുമെല്ലാം നിറയുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയിൽ നിറയണമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ, വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിനായി, സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ ആത്മാഭിഷേകത്തിനായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയോടെ നിങ്ങളോട് സംസാരിക്കുന്നത്.
പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, പ്രാർത്ഥനയിലൂടെ അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുടുംബം അനുഗ്രഹമുള്ള ഒരു കുടുംബമായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവർ ദൈവത്തെ അറിഞ്ഞു വളരണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ, യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയണം. നമുക്കിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അവരോടും കേൾക്കാൻ പറയണം. കാരണം ഈ വചനം ഏറെ ദിവസത്തെ ഒരുക്കത്തിനും വായനയ്ക്കും ധ്യാനത്തിനും ശേഷം ഒരുങ്ങി ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു അമൂല്യ സമ്പത്താണ്. ഇത് നിങ്ങളല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ വചനം, ഇതിലൂടെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, ഇത് എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം നിങ്ങൾക്ക് കേവലം ഒരു കേൾവിയിലൂടെ കിട്ടുന്നൊരു സന്തോഷം മാത്രമല്ല, അല്ലെ കണ്ണിലൂടെ കിട്ടുന്നൊരു സന്തോഷം മാത്രം അല്ല, ഇത് ജീവിതത്തെ നിറയ്ക്കുന്നൊരു സന്തോഷമായി, സമാധാനമായി ഇത് മാറും. പരിശുദ്ധാത്മാവ് ഇതൊരു ശുശ്രൂഷ കേവലം കാണാനുള്ളതും കേവലം കേൾക്കാനുള്ളതും മാത്രമല്ല, ഇത് ആത്മാവിൽ നിറയുന്ന സമയമാണ്. ആത്മാവിൽ നിറഞ്ഞ ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ശക്തി ഇല്ലാത്തവർക്കാണ് ഈ ശക്തിയുടെ വില അറിയുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ ശുശ്രൂഷ നിങ്ങളും ഇത് കേൾക്കുമ്പോൾ, ഇത് നിങ്ങളുടെ കുടുംബത്തിലൊരു വിടുതലായി, ഒരു ചലനമായി, ഒരു അഭിഷേകമായി, മാനസാന്തരമായി, സൗഖ്യമായി, സമാധാനമായി എല്ലാം നിറയും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം മറ്റ് സാധാരണ പോലെയുള്ള ഒരു കാര്യങ്ങളല്ല പ്രസംഗിക്കുന്നത്. ഇത് നിങ്ങൾ മിനിമം ഒരു 19 പേരിലേക്ക് ഇത് കൊടുക്കണം. ഈ വചനം 1 രൂപ നമുക്ക് ചെലവില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വചനം കേൾക്കുവാൻ, പറയാൻ പറ്റും. അയച്ചു കൊടുക്കണം. ഇത് ശ്രദ്ധിക്കണം. ഇതൊരു ചലനമുണ്ടാക്കുന്ന വിഷയമാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വിഷയമാണ്. ഇതൊരുങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തയാണ്. ഈ വചനമൊക്കെ നേരത്തെ അറിയാമെങ്കിലും, നേരത്തെ കേട്ടിരുന്നുവെങ്കിലും, ഇതിനൊക്കെ ഇത്രയും വലിയ അർത്ഥവും ആഴവും ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്ന് വായിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഇത് എഴുതിയപ്പോഴും ഇത് ചിന്തിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ദൈവികമായ ചിന്തയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും പറയുവാൻ ഇടവന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു വാക്യമാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം: അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്കു ശേഷം നീ അത് കണ്ടെത്തും. എന്തേലും മനസ്സിലായോ? അപ്പം വെള്ളത്തിലേക്ക് നീ എറിയുക, പല നാളുകൾക്ക് ശേഷം നീ കണ്ടെത്തും. വെള്ളത്തിലേക്ക് ഒരു അപ്പം എറിഞ്ഞാൽ ആ വെള്ളം ആ അപ്പത്തിൽ നിറഞ്ഞ് കുതിർന്ന് അത് പല കഷ്ണങ്ങളായി, പല പൊടിയായി ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ചിലപ്പോൾ തോന്നും ഇത് നമ്മൾ ചില അപ്പം എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരത്തില്ല, അത് പോയി, അത് അലിഞ്ഞു പോയി, അത് മീൻ തിന്നുപോയി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നീ അത് കണ്ടെത്തുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ അപ്പം എറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് പ്രാർത്ഥനയാണ്. വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം എറിയുക, അത് നഷ്ടമാകില്ല. പ്രാർത്ഥന ആത്മാവിൽ നടത്തുക, കൊടുക്കുക, അത് നീ കണ്ടെത്തും. നീ പ്രാർത്ഥിച്ച വിഷയം, അതിനുത്തരം നീ ഒരു ദിവസം കഴിഞ്ഞിട്ട് പല നാളുകൾക്ക് ശേഷം കഴിഞ്ഞാണെങ്കിലും, പല വർഷം കഴിഞ്ഞു എന്നല്ല, പല നാളുകൾക്ക് ശേഷം, കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും അത് നീ കണ്ടെത്താൻ ഇടവരും. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:3: രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ഈ ജലം കോരിയെടുക്കും.
ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം രക്ഷയുടെ കിണറാണ്. രക്ഷയുടെ കിണറാണ്, അത്ഭുതത്തിന്റെ കിണറാണ്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ നീ ജലം കോരിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ജലം, വെള്ളം. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേൽ ചലിച്ചു നിന്നു. ആ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ കോരിയെടുക്കും. നീ വെള്ളത്തിലേക്ക് അപ്പം എറിയുക, പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. ഈ വചനത്തോടൊപ്പം ആത്മാവ് നമ്മളിൽ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ചലനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ചലനം നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ആത്മാവിന്റെ ചലനം മാനസാന്തരം ആവശ്യമുള്ള വ്യക്തികളുടെ മേൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, രോഗാവസ്ഥകളിൽ, പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ചലിക്കട്ടെ. അതിൻ്റെ സാഹചര്യങ്ങളെ ആത്മാവ് മാറ്റും. പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു ചൈതന്യമാണ്. അത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു, അത് നിങ്ങളിൽ ഇടപെടുന്നു. വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു ഭാഗമുണ്ട്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് മുമ്പ് അവർ ഒരുപാട് കാര്യങ്ങളിൽ കഴിവില്ലാത്തവരായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ആദ്യമായി വായിക്കുന്നത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ 14 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. അവിടെ ഒരു അപ്പച്ചൻ, ഒരു മനുഷ്യൻ, ഒരാൾ കടന്നു വന്ന് ദൈവസന്നിധിയിൽ അവന്റെ സന്നെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണം. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു, തീയിലും വെള്ളത്തിലും വീഴുന്നു. അടുത്ത വാക്യം നോക്കൂ. ഞാൻ അവനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ശിഷ്യന്മാരുടെ അവസ്ഥ. അതായത് അവര് ദൈവവചനം കേൾക്കുന്നവരും യേശുവിൻ്റെ കൂടെ നടന്നവരും യേശുവിനെ അനുഗമിച്ചിരുന്നവരും എല്ലാമായിരുന്നു. എത്രയോ അത്ഭുതങ്ങൾ അവർ കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഒരു അപസ്മാര രോഗിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കണം, ഒത്തിരി കഷ്ടമാണ് ഈ അവസ്ഥ, വെള്ളത്തിലും തീയിലും ഈ കുഞ്ഞ് വീണു പോകുന്നു, ഒരു തിന്മയുടെ ആധിപത്യം ഈ കുഞ്ഞിലുണ്ട്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരവിടെ പരാജയപ്പെട്ടു പോയി, അവരുടെ ശിരസ് കുനിഞ്ഞുപോയി, അവർക്കെന്തോ ഒരു വിഷമം തോന്നി. പക്ഷെ ഞങ്ങൾക്കത് സാധിച്ചില്ലല്ലോ. അതിനുശേഷം ഇങ്ങനെയുള്ള ദുഃഖമുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെയായിരുന്നു ശിഷ്യന്മാർ. എന്നാൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന്, അതാണ് 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഈ കഴിവില്ലാത്ത ഒരു രോഗി അടുത്തു വന്നാൽ പോലും പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കാൻ കഴിയാത്ത ഇതേ ശിഷ്യന്മാർ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ എന്തിന്? പരിശുദ്ധാത്മാവ് നിറയാൻ. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നു. അഗ്നിജ്വാലകൾ പോലെ, കൊടുങ്കാറ്റിൻ്റെതുപോലെ ഒരു സ്വരം അവർ കേൾക്കുന്നു. തീനാളങ്ങളായി പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി അവരിൽ നിറയുന്നു. അവർ ശക്തരാകുന്നു. ഇതേ ശിഷ്യന്മാർ 3-ാം അധ്യായത്തിൽ എവിടെ എത്തി? ഇതാ മുടന്തന് സൗഖ്യം എന്ന് എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ടുവന്ന് ചിലർ അവിടെ എത്തിച്ചു. ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. ദേവാലയത്തിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഭിക്ഷയാചിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ മറ്റൊന്നുമില്ല. എന്നിട്ട് എന്തു പറയുന്നു? എനിക്കുള്ളത് ഞാൻ നിനക്കു തരുന്നു. നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. 7-ാമത്തെ വാക്യം, പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് ഉടനെ അവന്റെ കൈകളും അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു. മുമ്പേ കണ്ട ഒരു ഭാഗത്ത് ഒരു അപസ്മാര രോഗിയെ പോലും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന യേശുവിന്റെ അടുത്ത് പോയി ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, നിനക്ക് പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ അനുഭവിച്ചൊരു വിഷമമുണ്ട്, ഒരു ചമ്മലുണ്ട്.
കഴിഞ്ഞില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടൊരു വിടുതൽ ഉണ്ടായില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടൊരു അത്ഭുതം നടന്നില്ലല്ലോ എന്ന് ചിന്തിച്ച ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ നോക്കൂ എഴുതിയിട്ടുള്ളത്, കഴിഞ്ഞില്ലെന്നല്ല, പിന്നീട് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും ശക്തരുമായി മാറി. ഇതാണ് ഒരു വ്യക്തിയിൽ ആത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇതേ വ്യത്യാസം ഈ കേൾക്കുന്ന നിങ്ങളിലും ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകും, ഒരുപക്ഷെ നിങ്ങൾ ഉപവസിക്കുന്നവരാകും, ഒരുപക്ഷെ നിങ്ങൾ ദൈവവചനം ദിവസവും ധ്യാനിക്കുന്നവരാകും. ആത്മാവിൽ നിറയുമ്പോൾ വ്യത്യസ്ത അനുഭവമാണ്. ശിഷ്യന്മാർ പ്രാർത്ഥനയുള്ളവരായിരുന്നു, യേശുവിന്റെ കൂടെ നടന്നവരായിരുന്നു, മാസങ്ങൾ ദിവസങ്ങൾ യേശുവിന്റെ ഒപ്പം ചെലവഴിച്ചിട്ടുള്ളവരാണ്, ഒപ്പം നടന്നവരാണ്. പക്ഷെയോ പല കാര്യങ്ങളും ചെയ്യാൻ ശക്തി അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ അവർ ശക്തരായി മാറി, ശക്തരായി മാറി, ശക്തരായി മാറി. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ കഴിവുകേടുകൾ മാറും, നിങ്ങളുടെ ബലഹീനതകൾ മാറും. നിങ്ങൾ എവിടെയാണോ തലകുനിഞ്ഞത്, എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടത്, എവിടെയാണോ നിങ്ങളൊക്കെ അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ശരിയാകാതെ പോയത്, വിജയിക്കാതെ പോയത്, നന്നാകാതെ പോയത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, അധ്വാനിച്ചിട്ട് ശരിയാകാതെ വന്നത്, പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോൾ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ. പിന്നീട് നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും, നിങ്ങളുടെ ദർശനങ്ങൾ മാറും, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ നിലപാടുകൾ മാറും, നിങ്ങൾ ശക്തരായി മാറും. ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തരായി മാറും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തിയില്ല പല കാര്യത്തിലും. നമുക്ക് നല്ലൊരു വെല്ലുവിളി വരുമ്പോൾ പോലും നേരിടാൻ ശക്തി നമുക്കില്ല. നമുക്കൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ല, ചില സഹനങ്ങൾ സ്വീകരിക്കാനുള്ള ശക്തിയില്ല, മുന്നോട്ട് പോകാനുള്ള ശക്തിയില്ല. പല കാര്യത്തിലും ഒരു ദൈവത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തെ വ്യത്യാസം ഇതാ. ഇനി അടുത്ത കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഈ പെന്തക്കുസ്ത ഒരുക്ക സമയത്ത് കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു അത്ഭുത വചനമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇടപെടുന്ന സമയമാണ്. നിങ്ങളും പ്രാർത്ഥനയോടെ ഈ സമയം കേൾക്കാൻ വേണ്ടി കേൾക്കുന്ന സമയമാകരുത്. ഇത് ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേൾക്കുന്ന സമയമാകട്ടെ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അടുത്ത വാക്യം, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ട് ഉണ്ടായി. ഏതുപോലെ ഒരു ശബ്ദം എഴുതിയിട്ടുള്ളത്? കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ വേഗത്തിൽ വായിച്ചു പോകാൻ ഒരു സെക്കൻഡ് വേണ്ട. പക്ഷെ കൊടുങ്കാറ്റുണ്ടായാലുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പേപ്പറിലൂടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ഇനി ഓൺലൈൻ മീഡിയയിലൂടെ അത് കണ്ടിട്ടുണ്ടാകും. TV-യിൽ വാർത്ത സമയത്ത് ചില ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റടിച്ചതിൻ്റെ തിക്താനുഭവങ്ങൾ. വീടില്ല, വലിയ മരങ്ങൾ വരെ ചുഴറ്റി എറിഞ്ഞ് മാറിപ്പോകും, വലിയ കെട്ടിടങ്ങൾക്ക് വരെ വീഴ്ച സംഭവിക്കും. അപകടകാരിയാണ് കൊടുങ്കാറ്റ്. ആ ഒരു കണ്ണിൽ ഈ കൊടുങ്കാറ്റിനെ കാണരുത്. ഇത് ആത്മീയമായ കണ്ണിൽ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റുണ്ടായിട്ട് എത്ര മരം വീണു എഴുതിയിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റുണ്ടായിട്ട് എത്ര വീടുകളുടെ മേൽക്കൂര പറന്നുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റുണ്ടായിട്ട് എത്ര പേരുടെ ജീവനഷ്ടമായി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകത്തിന്റെ കണ്ണിൽ കാണേണ്ട ഒരു കൊടുങ്കാറ്റല്ല, ഇത് ആത്മീയമായ കണ്ണിൽ, വിശ്വാസത്തിന്റെ കണ്ണിൽ കാണേണ്ട ഒരു കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ ഒരു ശബ്ദം. സാധാരണ കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ചില്ലകൾ ആ കാറ്റിൽ ശക്തിയായി അതിനെ ബാധിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. കാറ്റിന്റെ പലതരത്തിലുള്ള കാറ്റുകളുണ്ട്. ശക്തിയായ കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ശാന്തമായ കാറ്റുണ്ട്, പല രീതിയിലുണ്ട്. ഓരോ കാറ്റിനും ഓരോ ശബ്ദമാണ്. കൊടുങ്കാറ്റിന്റെ ശബ്ദമൊക്കെ പേടിപ്പിക്കുന്നതാണ്, ഭയം ഉണ്ടാക്കും, പേടിക്കും. ഏതൊരു മനുഷ്യനും വല്ലാതെ ഭയപ്പെടും. കൊടുങ്കാറ്റ് ഇതുപോലെ ഒരു ശബ്ദം ഉണ്ടായി. ഇനി അത് ചിന്തിക്കുമ്പോൾ നോക്കൂ, ആ കാറ്റ് മേൽക്കൂരയാണോ പറത്തിക്കൊണ്ടു പോയത് എന്ന് എഴുതിയിട്ടുണ്ട് താഴെ. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കൊടുങ്കാറ്റ് വീടിന്റെ മേൽക്കൂര പറത്തിക്കൊണ്ടുപോയ, അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ നിന്ന വലിയ മരങ്ങളെല്ലാം ചെതറി ഒടിഞ്ഞ് നിലത്തു വീണുപോയ കൊടുങ്കാറ്റല്ല. ഇത് പ്രാർത്ഥിച്ച സ്ഥലത്തെ നിറച്ച കാറ്റാണ്.
നിറച്ചു. നോക്കൂ എഴുതിയിട്ടുള്ളത്, അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി, വീടിനെ മുഴുവൻ, ജീവനെ മുഴുവൻ, ജീവിതത്തെ മുഴുവൻ നിറയ്ക്കാൻ ഈ ദൈവം അയക്കുന്ന കാറ്റിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ, മേൽക്കൂര പറത്തിക്കൊണ്ടുപോകാൻ, ഈ മരങ്ങളെ വീഴ്ത്താനൊക്കെ ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ കാണുന്ന കൊടുങ്കാറ്റിന് കഴിയും. അത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു കാറ്റടിച്ച ആ ഭാഗം മുഴുവൻ നിരത്തി കളയും. എന്നാൽ ഈ കാറ്റടിച്ചപ്പം ആ വീടിനെ മുഴുവൻ നിറയ്ക്കുകയാണ് ചെയ്തത്. ഈ നിറച്ച കാറ്റ് ഇനി വചനം കേൾക്കുന്ന നിങ്ങളുടെ മേലും അടിക്കട്ടെ. ഈ കാറ്റ് നിങ്ങളുടെ തലമുറകളുടെ മേൽ വീശട്ടെ. ഈ കാറ്റ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ മേൽ, നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ മേൽ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രതീക്ഷകളുടെ മേൽ ഈ കാറ്റ് വീശട്ടെ. ഈ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കും. ഇത് ദൈവം അയച്ച കാറ്റാണ്. കടലിൽ നിന്ന് ഉണ്ടായ ഒരു പ്രതിഭാസമായ, സയൻസിൽ പഠിക്കുന്ന കാറ്റ്. സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ കാറ്റിനെ കുറിച്ച് പഠിക്കും. ആ കാറ്റല്ലത്, ഇത് ദൈവം അയച്ച കാറ്റാണ്. ഇത് ആരിലേക്ക് അയച്ചു? പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥനയിലിരുന്ന ഒരു സമൂഹത്തിനാണ് ഈ നിറവുണ്ടായത്. പ്രാർത്ഥിക്കുന്ന നിങ്ങളും ആഗ്രഹത്തോടെയാണോ, പ്രതീക്ഷയോടെയാണോ ഇപ്പോൾ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? നിങ്ങളെ ഈ കാറ്റ് നിറയ്ക്കും. നിറഞ്ഞു എന്നെഴുതുമ്പം അവിടെ ആ കാറ്റ് നിറച്ചപ്പം ആ സ്ഥലത്തുനിന്ന് ചിലതൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ചിലതൊക്കെ ഔട്ടാവും. നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലതൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, ദൈവം അയക്കുന്ന ഈ അഭിഷേകത്തിന്റെ, ഈ ആത്മാവിന്റെ കാറ്റ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ നിറവിൽ പുറത്തു പോകും, മാറിപ്പോകും. ഒരുപക്ഷെ വഴക്കായിരിക്കും, അസ്വസ്ഥതയായിരിക്കും, അല്ലെങ്കിൽ ക്ഷീണമായിരിക്കും, സങ്കടമായിരിക്കും, ഭാരമായിരിക്കും, നിരാശയായിരിക്കും, ഡിപ്രഷൻ ആയിരിക്കും. അത് പുറത്തു പോകും. ആ കാറ്റ് നിങ്ങളെ നിറയ്ക്കും. അത് സമാധാനം നൽകി നിറയ്ക്കും, സന്തോഷം നൽകി നിറയ്ക്കും, പ്രതീക്ഷ നൽകി നിറയ്ക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, കർത്താവേ ഞങ്ങളിൽ ഈ ആത്മാവിനെ അയക്കണമേ, ഈ ആത്മാവിനെ ഞങ്ങളിൽ അയക്കണമേ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്കാണ് ഇത്. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അഗ്നി അവരുടെ ജീവിതത്തിന്റെ, നോക്കൂ, അത് പ്രാർത്ഥിച്ച എല്ലാവരുടെ മേൽ വന്ന് നിൽക്കുന്നു എന്നല്ല, ഓരോരുത്തരുടെയും മേൽ. അപ്പോൾ ദൈവാത്മാവിന്റെ ഇടപെടൽ വ്യക്തിപരമായി സംഭവിക്കും. ഓരോരുത്തരുടെയും മേൽ, ഓരോരുത്തർക്കും. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ആത്മാവ് വേണം. എല്ലാവരിലേക്കും ഒരു നിശ്ചിത ശതമാനം വന്നു എന്നല്ല. ഒരു കാറ്റടിക്കുന്ന പോലെ ഉണ്ടായി, ഒരു ഫീലിംഗ് ഉണ്ടായി, പെട്ടെന്നൊന്ന് വിറച്ചതുപോലെ തോന്നി, എന്തോ ഒരു ചൂട് അനുഭവിക്കുന്നവർ തോന്നി എന്ന് പറഞ്ഞ് കേവലം ഒരു എക്സ്പീരിയൻസ് ആണിത്. അത് അവരെ വ്യക്തിപരമായി തൊടുന്ന, നിറയ്ക്കുന്ന അനുഭവമായി അത് മാറി. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. അതുകൊണ്ട് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ, എൻ്റെ മേൽ വ്യക്തിപരമായി അയക്കണമേ, എൻ്റെ കുടുംബത്തിൽ അങ്ങ് നിറയ്ക്കണമേ. ഹല്ലേലൂയ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴി തുറക്കുന്ന കാറ്റാണ്. വഴി തുറക്കും കാറ്റ്. നമ്മളിപ്പോൾ കണ്ടു, കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലൊരു ശബ്ദം. ഇതുപോലൊരു കാറ്റുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു കാറ്റടിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 14-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട്. അന്ന് ആ വാക്യം വായിക്കുകയാണ്. മോശ അത് വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു. അപ്പസ്തോല പ്രവർത്തനത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഉണ്ടായി. അപ്പോൾ ദൈവം അയച്ച ഒരു കാറ്റാണത്. ഈ ബൈബിളിൽ ദൈവം അയച്ച ചില കാറ്റുകളുണ്ട്. ദൈവം അയക്കുന്ന കാറ്റ് നിങ്ങളുടെ മേൽ വരണം, നിങ്ങളുടെ കുടുംബത്തിൽ മേൽ വരണം, നിങ്ങളുടെ തലമുറകളിൽ വരണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരണം. ദൈവം അയക്കുന്ന അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാറ്റല്ല, നിങ്ങളെ പടുത്തുയർത്തുന്ന കാറ്റാണ്, നിങ്ങളെ പിടിച്ചുയർത്തുന്ന കാറ്റാണ്, നിങ്ങളുടെ മേൽ വഴികൾ തുറക്കുന്ന കാറ്റാണ്, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന കാറ്റാണ്. അത് എഴുതിയിട്ടുണ്ട് 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. മോശ കടലിനു മീതെ കൈ നീട്ടി പിടിച്ചു. കൈ നീട്ടി. കർത്താവ് രാത്രി മുഴുവൻ. കർത്താവ് എഴുതിയിരിക്കുന്ന വാക്കുകൾ അക്ഷരം പ്രതി ശ്രദ്ധിക്കാമോ? നിങ്ങൾ തുറന്നൊരു ബൈബിൾ കയ്യിൽ പിടിക്ക്, ആ ബൈബിൾ ഭാഗം എടുക്ക്, എന്നിട്ട് അത് ശ്രദ്ധിച്ച ആ വാക്ക്. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അയച്ചു. ആരയച്ചു? കർത്താവ് ഒരു കാറ്റ് അയച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഏത് സമയത്താ എഴുതിയിരിക്കുന്ന അറിയാമോ? ചെങ്കടലിന്റെ സമീപത്ത് നിന്ന് വല്ലാതെ വിഷമിക്കുമ്പോൾ,
ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണലാരണ്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ പിറുപിറുക്കുമ്പോൾ ഞങ്ങളെ തിരിച്ചു പൊക്കോളാം, അവിടെയായിരുന്നു നല്ലത്, അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു. മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങിയ അസംതൃപ്തരുള്ള വഴിയടഞ്ഞുപോയ, അവിടെയില്ല ഇവിടെയില്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയ ഒരവസ്ഥയിൽ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ മോശ കൈ നീട്ടിയപ്പോൾ ഒരു കാറ്റയച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവ് ഒരു കാറ്റയച്ച്, ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പുറകോട്ട് മാറ്റി. അപ്പോൾ അത് ലോകത്തിന്റെ കണ്ണിൽ കാണേണ്ട കാഴ്ചയല്ല. കാരണം ഒരു കാറ്റ് സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ കടല് തിരമാലകളുടെ വലിപ്പം കൂടി കരക്കി നിന്നവരെ കൂടി ആ തിരമാല വിഴുങ്ങേണ്ട ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ദൈവം അയച്ച കാറ്റിന്റെ പ്രത്യേകത എന്താണ്? ദൈവം അയച്ച കാറ്റ് അവരെ മൂടുകയോ അവരെ ഭീതിപ്പെടുത്തുകയോ ചെയ്യുന്ന കാറ്റല്ല. ആ കാറ്റിന്റെ പ്രത്യേകത കടലിനെ പുറകോട്ട് മാറ്റി. കടലിനെ പുറകോട്ട് മാറ്റുന്ന എത്ര കാറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടില്ലേ? എത്രയോ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ എത്രയോ വില കൂടിയ എത്രയോ അറിവുകൾ തരുന്ന പുസ്തകങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാറ്റയച്ച് കടലിനെ പുറകോട്ട് മാറ്റിയെന്ന്. ഇത് ചിത്രകഥയിലെ ഒരു കഥയോ രസകഥകളോ അല്ല, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയുടെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ദൈവം അയച്ച കാറ്റ് കടലിനെ പിറകോട്ട് മാറ്റാൻ ശക്തിയുള്ള കാറ്റാണ്. അവരെ സംബന്ധിച്ച കടൽ എന്തായിരുന്നു? അത് വഴിയടഞ്ഞ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിന്റെ ഭാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും മുമ്പിൽ ചെങ്കടൽ പോലെ പരന്നു കിടക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ശൂന്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളും കൈനീട്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അയച്ച ആ ഒരു കാറ്റ്, ആ കിഴക്കൻ കാറ്റ്, ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ തലമുറകളുടെ മേൽ ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം അയച്ച കാറ്റ് നിങ്ങളെ മൂടുകയില്ല. ദൈവം അയച്ച കാറ്റ് നിങ്ങളെ പേടിപ്പിക്കുകയില്ല. ദൈവം അയക്കുന്ന കാറ്റ് നിങ്ങളുടെ പ്രതീക്ഷ തന്ന് വഴികൾ തുറക്കും. കടലിനെ പോലും പിറകോട്ട് മാറ്റും. കടലിനെ പിറകോട്ട് മാറ്റാൻ ഏതു ശക്തിക്ക് പറ്റും? ഏത് പാർട്ടിക്ക് പറ്റും? ഏത് പ്രസ്ഥാനത്തിന് പറ്റും? ഏത് ജ്ഞാനിക്ക് ആർക്ക് പറ്റും കടലിനെ പിറകോട്ട് മാറ്റാൻ? കടലിനെ പിറകോട്ട് മാറ്റാൻ ദൈവം അയക്കുന്ന കാറ്റിന് പറ്റും. അവിടെ കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ സ്ഥലത്തൂടെ പോയി. നോക്കൂ, അവിടെ ഒരു അത്ഭുതം നടന്ന ദൈവപ്രവൃത്തി കാണൂ. ഇത് എപ്പോഴാ സംഭവിച്ചത്? ദൈവം അയച്ച കാറ്റ് പ്രതിസന്ധികളെ മാറ്റി, തടസ്സങ്ങളെ മാറ്റി, ബന്ധനങ്ങളെ മാറ്റി, നിരാശ മാറ്റി, ഡിപ്രഷൻ മാറ്റി, പിറുവിറുപ്പ് മാറ്റി. അവർ ഉണങ്ങിയ നിലത്തിലൂടെ എന്ന പോലെ, അവർ ചെങ്കടൽ നടുവിലൂടെ ഉണങ്ങിയ സ്ഥലത്തെന്ന പോലെ മുന്നോട്ട് പോയി. ഒരിക്കൽ കൂടി കേൾക്കൂ, ദൈവം അയച്ച കാറ്റ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ കണ്ടു, കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം കേട്ടു. അപ്പോൾ അവരിൽ അത് നിറച്ചു. അവർ ശക്തരായി മാറി. ശിഷ്യന്മാർ അപസ്മാര രോഗിയായ ഒരു മകനെ കൊണ്ടുവന്നപ്പോൾ കുറെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, തലയിൽ കൈവച്ചു, ഒന്നും നടക്കുന്നില്ല. അവസാനം ഈ കൊച്ചിനെയും കൊണ്ട് അപ്പന യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നിന്റെ ശിഷ്യന്മാർ അവിടെ നിപ്പുണ്ട്, ഞാൻ ഈ കൊച്ചിനെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു, അവർക്കൊന്നും കഴിഞ്ഞില്ല, നിനക്ക് സാധിക്കുമെങ്കിൽ. ഇത് പറഞ്ഞപ്പോൾ യേശുവിന്റെ മുമ്പിൽ, ആ അപ്പന്റെ മുമ്പിൽ ഈ ശിഷ്യന്മാരുടെ തല നാണം കൊണ്ട് കുനിഞ്ഞു പോയി കാണും. ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതേ ശിഷ്യന്മാരാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആത്മാവ് നിറഞ്ഞപ്പോൾ ശക്തരായി മാറിയത്. കാലിന് സ്വാധീനമില്ലാത്ത ഒരാളെ എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ഓടി ദൈവത്തെ സ്തുതിച്ചു. അത്ഭുതങ്ങൾ നടന്നു. ആത്മാവ് നിറഞ്ഞപ്പോൾ ശക്തരായി മാറി. ഇതുപോലൊരു കൊടുങ്കാറ്റ് അവരെ നിറയ്ക്കുകയാണ് ചെയ്തത്. ദൈവം അയച്ച കാറ്റ് തകർക്കില്ല. ദൈവം അയച്ച കാറ്റ് നിങ്ങളെ നിറയ്ക്കും. സന്തോഷം നിറയ്ക്കും, സമാധാനം നിറയ്ക്കും, സമൃദ്ധി നിറയ്ക്കും, ഐശ്വര്യം നിറയ്ക്കും, സൗഖ്യം നിറയ്ക്കും. ദൈവം അയച്ച കാറ്റ് നിങ്ങളിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഇതാ ദൈവം അയച്ച ഒരു കിഴക്കൻ കാറ്റ് കടലിനെ പുറകോട്ട് മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുകയാണോ? പോകേണ്ട വഴി അറിയാതെ നിങ്ങൾ ആകെ തകർന്നിരിക്കുവാണോ? ഇനി എവിടോട്ട് കാൽച്ചുവടുകൾ വയ്ക്കും? തിരിച്ചു പോണോ? മരിക്കണോ? ജീവിക്കണോ? എന്തുവാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണൽപ്പുറത്ത് നിങ്ങളും ശൂന്യതയായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണോ? ദൈവം അയക്കുന്നൊരു കിഴക്കൻ കാറ്റുണ്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഈ കിഴക്കൻ കാറ്റിനെ ദൈവം അയക്കാൻ ശക്തനാണ്. ദൈവം അയക്കും. എഴുതിയിട്ടുണ്ട്, ദൈവം അയച്ച, കർത്താവ് അയച്ച ശക്തമായൊരു കിഴക്കൻ കാറ്റ് കടലിനെ പിറകോട്ട് മാറ്റി. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ തടസ്സങ്ങളെ മാറുവാൻ, എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ അത്ഭുതം നടക്കുവാൻ ദൈവമേ അങ്ങ് അയച്ച കിഴക്കൻ കാറ്റിനെ എൻ്റെ മേൽ അടിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ നിയോഗത്തിൻ്റെ മേൽ. ഞാനിതായി തോറ്റു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ മനസ്സ് നിരാശയുടെ ഒരു കൂടായി മാറി. എനിക്കൊരു വഴി തുറക്കണം. ആരും പോയിട്ടില്ലാത്ത അത്ഭുത വഴിയിലൂടെ തടസ്സങ്ങളെ മാറ്റി ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം അയക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രത്യേകതയാണ്.
ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാറ്റല്ല. കാറ്റടിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മേൽ ഈ കാറ്റിനെ അയക്കണമേ. അടുത്തൊരു വാക്യത്തിലേക്ക് വരുമ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളതിന്റെ ആദ്യ ഭാഗത്ത് അസ്ഥിക്കുഴികളാണ്. അസ്ഥിക്കുഴി. എസെക്കിയേൽ പ്രവാചകൻ അവിടെ എഴുതിയിട്ടുള്ള ഒരു വാക്ക് ഇങ്ങനെയൊന്ന് വായിക്കാമോ? അതായത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം, അതാണ് എഴുതിയിട്ടുള്ളത്. 9-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് നീ പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ ഒരു വായുക്കളിൽ നിന്ന് പോലെ 4 വായുക്കളിൽ നിന്ന് ഈ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. ഒരു കാറ്റടിപ്പിക്കുകയാണ് കേട്ടോ. ഇതേത് സ്ഥലം നിങ്ങൾ നോക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. മരിച്ച് മണ്ണായി പോയ മനുഷ്യരുടെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നു. തലയോട്ടിയും കൈയുടെ എല്ലും നട്ടലിന്റെ എല്ലും ചീഞ്ഞു പോകത്തില്ലാത്ത കട്ടിയായ എല്ലുകളും മാത്രം കൂട്ടിയിരിക്കുന്ന അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് ഇതാ ദൈവം പറയുകയാണ്, 4 വായ്ക്കളിൽ നിന്ന് വന്ന് വീശുക. എന്നിട്ട് എന്താ അവിടുത്തെ ദുർഗന്ധം പോട്ടെ എന്നാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അവർക്ക് ജീവനുണ്ടാകട്ടെ. അപ്പോൾ ജീവനുണ്ടാക്കുന്ന ഒരു കാറ്റുണ്ട്. ജീവനില്ലാത്തിടത്ത്, എല്ലാം തകർന്ന ഇടത്ത്, 4 വഴിക്കായി പോയിടത്ത്, ശൂന്യമായി പോയ ഇടത്ത്, പ്രതീക്ഷിക്കാൻ ഒരു മൊട്ടോളം ഒരു സൂചിമുനയോളം പോലും ഇല്ലാത്ത ഒരിടത്ത് ദൈവം അയച്ച ഒരു കാറ്റ് വന്നിട്ട് എന്താ പറഞ്ഞേ? ജീവനുണ്ടാകട്ടെ. ജീവനുണ്ടാക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കാര്യമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട സാമ്പത്തികമുണ്ട്, ജീവൻ നഷ്ടപ്പെട്ട കുടുംബജീവിതമുണ്ട്, ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്, ജീവൻ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്, ജീവൻ നഷ്ടപ്പെട്ട ആത്മീയ ജീവിതമുണ്ട്, ജീവൻ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതമുണ്ട്. ദൈവം അയച്ചപ്പോൾ ദൈവം പറഞ്ഞില്ലേ, ഒരു കാറ്റടിക്കട്ടെ, എന്നിട്ട് ജീവൻ ഉണ്ടാകട്ടെ. എന്നിട്ട് ജീവൻ ഉണ്ടായോ? അതിന് താഴേക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നിങ്ങൾ വായിക്ക്. നിങ്ങളുടെ കയ്യിൽ തുറന്നു വച്ചിരിക്കുന്ന ബൈബിളിന്റെ താഴോട്ട് വായിക്ക്. ജീവൻ ഉണ്ടായോ എന്ന്. ചിതറിയതിനെ ദൈവം ഈ കാറ്റ് ചേർത്തു. ചെതറിപ്പോയതിനെ 4 വഴിക്ക് കിടന്ന അസ്ഥികളെ ചേരേണ്ടതോട് ചേർന്നു. ജീവനുണ്ടായി. ഞരമ്പുകൾ വന്നു, മാംസം വന്നു, അതിന്റെ മുകളിൽ ചർമ്മം വന്നു. അവ സൈന്യത്തെ പോലെ എഴുന്നേറ്റ് നിന്നു. വലിയ കാര്യങ്ങൾ ഒരു കാറ്റിലൂടെ ദൈവം ചെയ്തു. ഈ കാറ്റ് ദൈവം അയച്ച കാറ്റാണ്. ആദ്യം കണ്ടു കൊടുങ്കാറ്റിൻ്റെതുപോലെ ഒരു ശബ്ദം. രണ്ടാമത് നമ്മൾ കേട്ടു കിഴക്കൻ കാറ്റ്. ഇതാ 4 വായുക്കളിൽ നിന്ന് വന്ന് ജീവനുണ്ടാക്കിയ മറ്റൊരു കാറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാക്കുന്ന ഒരു കാറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ കാറ്റ് ദൈവമേ എൻ്റെ മേൽ ഇന്ന് കൊണ്ടുവരണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു ജീവൻ കൊണ്ടുവരട്ടെ. ബന്ധങ്ങളുടെ മേൽ ഒരു ജീവൻ കൊണ്ടുവരട്ടെ. എൻ്റെ ശുശ്രൂഷയുടെ മേൽ ജീവൻ കൊണ്ടുവരുന്ന കാറ്റ്. അത്ഭുതം സംഭവിക്കുന്ന കാറ്റ്, അത്ഭുതം കൊണ്ടുവരുന്ന കാറ്റ്. അതാണ് ദൈവം അയക്കുന്ന കാറ്റ്. അത് കെട്ടിടത്തിന്റെ മേൽക്കൂര പറത്തിക്കൊണ്ടു പോകുന്ന, നമുക്ക് അങ്ങനെയുള്ള കാറ്റുകളെ കുറിച്ചാണ് കൂടുതൽ അറിയാവുന്നത്. വലിയ മരങ്ങൾ വീഴില്ല എന്ന്, ഒരിക്കലും വീഴത്തില്ലെന്ന് പറഞ്ഞ മരം ഇതാ നിലത്ത് കിടക്കുന്നു. വലിയ ഉറപ്പുള്ള കെട്ടിടം എന്ന് പറഞ്ഞ കെട്ടിടം ഇതാ കാറ്റത്ത് മറിഞ്ഞു കിടക്കുന്നു. വലിയ കാര്യങ്ങൾ. പക്ഷെ ഇത് ജീവനുണ്ടാക്കുന്ന കാറ്റ്, വഴിക തുറക്കുന്ന കാറ്റ്, നിറയ്ക്കുന്ന കാറ്റ്. ഇത് ദൈവത്തിന്റെ കണ്ണിലൂടെ കാണേണ്ട ആത്മീയമായ ഒരു കാഴ്ചപ്പാടാണ്. ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവമേ, പരിശുദ്ധാത്മാവിനിൽ വേണ്ട എന്ന് നിങ്ങൾ മാറിയാതെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തിൽ നിറയണമേ എന്ന് ഏതൊരു മനുഷ്യനും അറിയാതെ പ്രാർത്ഥിച്ചു പോകും. കാരണം അത്രയും ശക്തമാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ. പരിശുദ്ധാത്മാവ്. ഇനി സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. സംഖ്യയുടെ പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. 11-ാമത്തെ അധ്യായം സംഖ്യയുടെ പുസ്തകം 11:32. 11-ാം അധ്യായം ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു പ്രത്യേകമായ ഒരു വാക്യമാണ്. ഞാനത് 31-ാമത്തെ വാക്യം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടി അത് വായിക്കുകയാണ്. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ്, അല്ലെ വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിലാണ്. ഈ കാറ്റുകൾക്കെല്ലാം ദൈവം എഴുതിയിരിക്കും, കർത്താവ് ഒരു കാറ്റയച്ചു. ദൈവം അയച്ച കാറ്റ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റിൻ്റെതുപോലൊരു ശബ്ദം. ഇതെല്ലാം കാറ്റുമായി, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുക. ദൈവം അയച്ച കാറ്റ്. ദൈവം കർത്താവ് ഒരു കാറ്റയച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ കാറ്റ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അയക്കണമേ, എൻ്റെ ഈ നിയോഗത്തിൻ്റെ മേൽ ഈ കാറ്റ് അയക്കണമേ. കാറ്റയച്ചു. ആ കാറ്റ് ശ്രദ്ധിച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. അവിടെ ഇല്ലായിരുന്നു. കാറ്റാണ്. നമ്മൾക്ക് പറഞ്ഞില്ലേ, ചിലർ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഞങ്ങൾ വിദേശത്തായിരുന്നു, ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മൾ മനുഷ്യരുടെ കൈകളിൽ ഇങ്ങനെ അവിടെ യാത്ര ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നോക്കൂ, എഴുതിയിരിക്കുന്നത് കാറ്റ് കടലിൽ നിന്ന്
അവർക്ക് ആവശ്യമായ, ഭക്ഷിക്കാൻ ആവശ്യമായ കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. അപ്പം ദൈവം അയക്കുന്ന കാറ്റിൻ്റെ പ്രത്യേകത, അത് ഇല്ലാത്തതിനെ, എന്നാൽ നമുക്ക് ആവശ്യമുള്ളതിനെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല, അതിനോട് നമുക്ക് ആശങ്കയുണ്ട്. പക്ഷെ ദൈവം അയക്കുന്ന കാറ്റ് അതുള്ളിടത്തുനിന്ന് അത് നമ്മുടെ അടുത്ത് കൊണ്ടുവരും. നമ്മുടെ ഇപ്പം നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്തുവാകട്ടെ ഇല്ലാത്തത്, നമുക്കാകെ ഇതില്ലാത്തത് കൊണ്ട് വല്ലാതെ വിഷമമാണ്. ചിലപ്പോൾ വീടായിരിക്കും, ചിലപ്പോൾ ജോലിയായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക മേഖലയായിരിക്കും, ചിലപ്പോൾ ആരോഗ്യമായിരിക്കും, ചിലപ്പോൾ സന്തോഷ സമാധാനമായിരിക്കും ഇപ്പം ഇല്ലാത്തത്. ഈ കാറ്റ് നശിപ്പിക്കുന്ന കാറ്റല്ല, ഇത് ഉള്ളിടത്തു നിന്ന് നിന്റെ അടുത്തേക്ക് ചില നന്മകളെ, അനുഗ്രഹങ്ങളെ, അഭിഷേകത്തെ, സൗഖ്യത്തെ കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. എവിടെയേലും അല്ല, നിന്റെ കൺമുമ്പിൽ കൊണ്ടുവരുന്ന, കയ്യെത്തുന്ന ദൂരത്ത് കൊണ്ടുവരുന്ന കാറ്റ്. അടുത്ത വാക്യം വായിക്കാം. കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർദ്ധത്തിൽ കൂടാരത്തിന് ചുറ്റും. അപ്പോൾ എവിടെയാ ഈ കാറ്റ് ഈ കാടപ്പക്ഷികളെ കൊണ്ടുവന്നെന്ന് അറിയാമോ? എവിടെയെങ്കിലും കാറ്റ് വരുമ്പോൾ നമുക്ക് കാണാം ഇലകൾ ഇങ്ങനെ ചെതറി റോഡിലും ഒക്കെ ഇങ്ങനെ മുറ്റത്തെല്ലാം ഇങ്ങനെ കിടക്കും. എവിടെയെങ്കിലും ഒക്കെ എല്ലായിടത്തും ഇവിടെ എല്ലാം കാറ്റടിച്ചു നമ്മൾ പറയും ഈ ഇലകളെല്ലാം കാണുമ്പോൾ. പക്ഷെ ഈ കാറ്റടിച്ചിട്ട് കാടപ്പക്ഷികളെ ഇങ്ങനെ ഇലകൾ പരത്തി കിടക്കുന്നത് പോലെ റോഡിലും ഒക്കെ കിടക്കുമല്ല. അവർക്ക് ആവശ്യമായ സ്ഥലത്തിന്റെ ചുറ്റും, കൂടാരത്തിന് ചുറ്റും 2 മുഴം കനത്തിൽ മൂടി കടക്കത്തക്ക വിധം അത് വന്നു വീണു. എവിടെയാ വന്നു വീണു? ചതറിക്കിടന്നു എന്നല്ല, അത് അതിന്റെ ചുറ്റും, നമ്മുടെ ജീവിതത്തിന് ചുറ്റും അനുഗ്രഹങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ള കാറ്റാണ് ദൈവം അയക്കുന്ന കാറ്റ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന ശക്തിയാണ്. ആ കാറ്റ് കൊണ്ടുവന്നു. 32-ാമത്തെ വാക്യം. ജനം അന്നും പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. എവിടെ നിന്നാണെന്ന് അവര് ദൈവം അയച്ച കാറ്റിലൂടെയാണ് ആ നന്മകൾ അവരുടെ ജീവിതത്തിൽ വന്നത്. കാടപ്പക്ഷിയല്ല ഇന്ന് നമുക്ക് ആവശ്യം. കാടപ്പക്ഷിയുടെ സ്ഥാനത്ത് നന്മകളാണ്, അനുഗ്രഹമാണ്, സന്തോഷമാണ്, സൗഖ്യമാണ്, വിടുതലാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്, ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആഴമാണ് വർദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, ആദ്യം ഞാൻ പറഞ്ഞൊരു പദപ്രയോഗം പറയട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് തിരിച്ചു കൊടുക്കാൻ, യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ അതേ രീതിയിൽ അത് യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അതിന് കഴിയണമെങ്കിൽ ലോകം അതിന് അവസരം തരില്ല. ലോകം തകർക്കാനാണ് നോക്കുന്നത്. ലോകയിൽ നമ്മളെ പലരുടെയും ഭാവി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം അയക്കുന്ന കാറ്റോ അത് നമ്മളെ നിറയ്ക്കും, നമ്മളെ വളർത്തും, നമുക്ക് ആവശ്യമായത് കൊണ്ടുവരുന്ന കാറ്റാണ് ദൈവം അയക്കുന്ന കാറ്റ്. അത് നമ്മെ ശക്തീകരിക്കുന്ന കാറ്റാണ്, അത് നമ്മളെ വിടുവിക്കുന്ന കാറ്റാണ്, അത് നമ്മളെ രക്ഷിക്കുന്ന കാറ്റാണ് ദൈവം അയക്കുന്ന കാറ്റ്. പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഇത് മനസ്സിലാകും. ഇതുകൊണ്ട് ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും ജീവൻ ഉണ്ടാകുന്ന ഈ ആത്മാവ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ ഒരു നീരുറവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിന്റെ ആ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജലം, അത് മുട്ടോളം അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വിധം അത്രയും ആഴമുള്ള അവിടെ മത്സ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒഴുകിയ സ്ഥലത്തെല്ലാം ജീവനുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ജീവൻ ഉണ്ടാകുന്നതാണ് ദൈവം അയക്കുന്ന ആത്മാവ്. ജീവനുണ്ടാകും, ജീവിതം തരുന്ന ജീവനുണ്ടാകും. പരിശുദ്ധാത്മാവ് സഹായിക്കും. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മിക്കവാറും ഈ ആത്മീയ കാര്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ ഈ ആത്മാവിൻ്റെ പേരിലായിരിക്കും പലർക്കും നമ്മളോട് ഇഷ്ടമില്ലാതാകുന്നത്. ഈ ആത്മാവിൻ്റെ നിറവിൻ്റെ പേരിലായിരിക്കും പലരും നമ്മളോട് ശത്രുതയിലാകുന്നത്, പലരും നമ്മളോട് ദേഷ്യത്തിലാകുന്നത്, പലരും നമ്മളോട് പിണങ്ങുന്നത്, പലരും നമ്മുടെ മേൽ മണ്ണ് വാരിയിടുന്നത് ഈ ആത്മാവിൻ്റെ പേരിലായിരിക്കും. കാരണം അസൂയാലുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൻ ഈ ആത്മാവിൽ നിന്ന് വളരുന്നത് അവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് മൂടാൻ നോക്കും, അവനിൽ നിന്ന് നശിപ്പിക്കാൻ നോക്കും. അതിന് ഉദാഹരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ഇസ്ഹാക്കിനെ കുറിച്ചും എഴുതിയിട്ടുള്ളൊരു ഭാഗമാണ്. അവിടെ ഇസ്ഹാക്ക് അങ്ങ് വളർന്ന്, ഇസ്ഹാക്ക് അങ്ങ് വർദ്ധിച്ച്, ഇസ്ഹാക്ക് സമ്പന്നനായി മാറി. അത് എഴുതിയിരിക്കുന്ന വാക്ക് 26-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി 26:13. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു,
അവൻ വലിയ സമ്പന്നനായി മാറി. അവന് ധാരാളം ആടുമാടുകൾ, ജോലിക്കാർ, പരിചാരകർ എല്ലാം ഉണ്ടായിരുന്നു. 15-ാമത്തെ വാക്യം നോക്കൂ. ഇവർ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അസൂയ മൂത്ത് അവരെന്നാ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറ്റിൽ എന്താ ഉള്ളത്? കിണറ്റിൽ സ്വർണവും വെള്ളയൊന്നുമല്ല, കിണറ്റിലുള്ളത് വെള്ളമാണ്. ഒരാളുടെ കിണർ വന്ന് മൂടിയാൽ അയാളുടെ വളർച്ച ഇല്ലാതാകുമോ? അതാണ് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. ഈ ശത്രുക്കൾ മനസ്സിലാക്കുവാണ്, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ്, ഈ വെള്ളം കുടിച്ചാണ് ഇവൻ വളർന്ന് ഇത്രയും വലിയ ആളായത്. ആ കിണറങ്ങ് മൂടിയാൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാൾ വളരുമ്പോൾ ചില ശത്രുക്കൾ മനസ്സിലാക്കും, ഇവൻ ഈ വെള്ളം കുടിച്ചിട്ടാണ്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്, ഇവൻ ഈ ആത്മാവിൽ നിറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ വളരുന്നത്, ഇങ്ങനെ സമ്പന്നനാകുന്നത്, അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യം വന്ന് അവനെ ഉപദ്രവിക്കുമല്ല, അവ ആ കിണറങ്ങ് മൂടും. നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് ഇതുപോലെ. അതാണ് യെശയ്യാ പ്രവാചകൻ, രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ കോരിയെടുക്കും. ആദ്യം കേട്ടൊരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഈ രക്ഷയുടെ കിണറ്റിൽ നിന്ന് കോരുന്നത് ഇഷ്ടപ്പെടാത്തോടെ കിണർ വന്ന് മൂടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറകളിലും ഇതുപോലെ ആത്മാവിൽ അത്രയും ചേർന്നിരിക്കുന്ന ജീവിതങ്ങളെ എങ്ങനെയെങ്കിലും ആത്മാവിനെ നശിപ്പിക്കാനാണ്, അതിനെ മൂടിക്കളയാനാണ് അസൂയാലുക്കളും ശത്രുക്കളും നോക്കുന്നത്. നിങ്ങളെന്തൊടിയല്ല, നിങ്ങൾ എവിടുന്നാണ് കോരുന്നത്? നമ്മൾ കോരുന്ന സ്ഥലം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം രക്ഷയുടെ കിണറ്റിൽ നിന്ന് അനുഗ്രഹം സന്തോഷത്തോടെ കോരിയെടുക്കുന്ന സ്ഥലമാണിത്. ഇതെങ്ങനെ ഇല്ലാതാക്കാം? ഇതെങ്ങനെ നശിപ്പിച്ച് കളയാം? അത് ആദ്യം മണ്ണിട്ട് മൂടുവാണ്. അയാളൊന്നും ചെയ്തിട്ടില്ല, ഒരു കിണറല്ലേ മൂടിയുള്ളൂ, വേറെ കിണർ കുത്താൻ പാടില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ആ കിണർ മൂടി. അങ്ങനെ ഒരുപാട് കിണറുകൾ ഇവർ മൂടി. അടുത്ത വാക്യം എഴുതിയിട്ടുള്ളൊരു വാക്യമുണ്ട്, 22-ാമത്തെ വാക്യം, അവിടെ നിന്ന് മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു, അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. നമുക്കൊരു കിണറിൻ്റെ പേരിൽ ഭയങ്കര വഴക്ക്. അവൻ സമ്പന്നനായി, ആടുമാടുകളും പരിചാരകരും ഉണ്ടായി. കിണറെന്താ അവിടെ വലിയ തെറ്റ് ചെയ്തത്? കിണറെന്തിനാ മൂടുന്നത്? കിണറിൻ്റെ പേരിൽ എന്തിനാ വഴക്ക്? വെള്ളം കുടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ സാധാരണ കിണറിൽ വഴക്കുണ്ടാവും. ഒരാൾ സമ്പന്നനായതിൻ്റെ പേരിൽ. ഇത് ഈ കിണർ പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തെ രക്ഷ കോരിയെടുക്കുന്ന കിണറാണ്, രക്ഷയുടെ ജലം കോരിയെടുക്കുന്ന കിണറാണിത്. ഇത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണിത്. ഇത് മൂടാനാ ലോകം ശ്രമിക്കുന്നത്, ആളുകൾ ശ്രമിക്കുന്നത്, അസൂയാലുക്കൾ ശ്രമിക്കുന്നത്, ശത്രുക്കൾ ശ്രമിക്കുന്നത്, എന്തിനു കൂടെയുള്ളവർ പോലും ശ്രമിക്കുന്നത് ഈ കിണർ മൂടാനാണ്. ഈ കാണിച്ച കാട്ടായങ്ങളെല്ലാം ഈ കിണർ മൂടാനുള്ള കളിയാണ്. കിണർ മൂടിയാൽ പ്രശ്നം തീരുമെന്നാണ്. പക്ഷെ എഴുതിയിട്ടുണ്ട്, അവൻ കിണർ എന്തു ചെയ്യും? 22-ാം, അവൻ വേറൊരു കിണർ കുഴിച്ചു, അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എവിടെയെല്ലാം എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും കിണർ മൂടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത്, തളർന്നും തകർന്നും ഇരിക്കരുത്. മറ്റൊരു കിണർ കുഴിക്കണം. അത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും നമ്മൾ ചെയ്യുന്ന ഉപവാസവും നമ്മൾ ചെയ്യുന്ന ദൈവത്തോടുള്ള ബന്ധവും ആത്മാവിനെ നിറയാനുള്ള ആഗ്രഹമൊക്കെ നമ്മൾ കുഴിക്കുന്ന ചില കിണറുകളാണ്. അവിടെ നിന്നാണ് നമ്മുടെ വളർച്ചയുള്ളത്, ജീവനുണ്ടാകുന്ന. ഈ ശത്രുക്കൾ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ, ശത്രുക്കൾ മനസ്സിലാക്കുക, ഇവൻ ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് ഈ കിണറുമായി ബന്ധപ്പെട്ട ഇവൻ്റെ വളർച്ച, ഇവൻ്റെ ഉയർച്ച, ഇവൻ്റെ സമൃദ്ധി, ഇവൻ്റെ പരിചാരകർ, വേലക്കാർ, ഇതേവരെ സമ്പത്ത് ഇവനുണ്ടായി. ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇത് മരുഭൂമിയായിരുന്നു. ഒരു ഗതിക്ക് പരഗതി ഇല്ലാതിരുന്ന ആളാണ് ഇസഹാക്ക്. ഒരു സമയത്ത് ആ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ച ആളാണ്. ഇവൻ എങ്ങനെ ഇത്രയായി? ശത്രുക്കൾ പോലും മനസ്സിലാക്കി കിണറാണ് ഇവൻ്റെ വളർച്ചയുടെ, ഇവൻ്റെ ഉയർച്ചയ്ക്ക്. ജീവിതത്തിൽ രക്ഷയുടെ കിണറുണ്ട്. അത് ചിലപ്പോൾ ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുവാൻ പോകുന്ന ദേവാലയം, ഞാനിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറി, ഞാൻ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം രക്ഷയുടെ കിണറാണ്. അത് മൂടാൻ സമ്മതിക്കരുത്. അത് മൂടാൻ ഒരുപാട് പേരുണ്ട്. അത് മൂടിയാൽ നമ്മളുടെ ജീവിതത്തിലെ നന്മകൾ നിന്നുപോകും. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ വളർച്ചയും ഉയർച്ചയെല്ലാം ഇരിക്കുന്നത്. രക്ഷയുടെ കിണർ, അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കും ഈ ഒരു ആത്മീയ നിറവ് ലഭിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വളരട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ. നമുക്ക് എത്രയോ കാറ്റുകളെ കുറിച്ച് കേട്ടു. ലോകത്ത് നമ്മൾ മീഡിയയിലൂടെ കാണുന്ന കൊടുങ്കാറ്റ് ആ രാജ്യത്തടിച്ചു, അങ്ങനെ ഒരു കാറ്റ്, ഓരോ കാറ്റിനും ഓരോ പേരൊക്കെ ഉണ്ട്. ആ കാറ്റ് പോലത്തെ കാറ്റല്ല ഇത്. കൊടുങ്കാറ്റാണേലും ഒരോട് പോലും പറപ്പിച്ചുകൊണ്ട് പോയില്ല. ഒരു മരം വീണ് അവരുടെ വീട് തകർന്നില്ല. അവരുടെ വീടിനെ നിറയ്ക്കുന്ന കാറ്റ് നിങ്ങളുടെ മേൽ ദൈവം അയക്കട്ടെ. സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റുന്നൊരു കിഴക്കൻ കാറ്റ് നിങ്ങളുടെ മേൽ വീശട്ടെ. ഒക്കെ മാറിപ്പോകുന്ന, വിടുതലുണ്ടാക്കുന്ന ഒരു നല്ല കാറ്റ് നിങ്ങളുടെ മേൽ വീശട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെയും കേൾക്കാതെയും അറിയാതെയും പോകരുത്. ഇത് ജീവിതത്തെ ചലിപ്പിക്കുന്ന കാറ്റാണ്,
ബൈബിൾ തുടങ്ങുന്നത് തന്നെ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു നിന്നു എന്നാണ്. അതിന് താഴെ ഒരു അല്പം സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്നറിയാമോ? ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ദൈവം അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. എല്ലാം ഉണ്ടായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തിൻ്റെ താഴെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചലനം, ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഈ ചലനമുണ്ടാകും. നിങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ ഈ ചലനം ഉണ്ടാകും. നിങ്ങളുടെ വരുമാനങ്ങളിൽ ഈ ചലനം ഉണ്ടാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ചലനമില്ലാത്തടത്ത് ഒന്നും ഉണ്ടാകുകയില്ല. എല്ലാം പല വഴിക്കായിപ്പോവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരാ. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ മുകളിൽ കാണാം ദൈവത്തിൻ്റെ ചൈതന്യം ആക്റ്റീവായി ചലിച്ചുകൊണ്ട് നിന്നത്. ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെ കുടുംബത്തിലും ഇപ്പോൾ ചലിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കും. ഇന്ന് വരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ചൈതന്യത്തിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഭൂമി മനോഹരമായത്. ഈ ചലനത്തിലാണ് ഭൂമി മനോഹരമായത്. എല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു, എല്ലാം സൃഷ്ടിച്ചു. ഈ ചൈതന്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾ അനേകരിലേക്ക് ഇത് കൊടുക്കണം. ഈ വചനങ്ങൾ അനേകരോട് വായിക്കാൻ പറയണം. ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. അത് നിങ്ങളാൽ കഴിയുന്നൊരു കാര്യമാണ്, ഉപകാരമാണ്. നിങ്ങളത് ആ വചനം കേൾക്കാൻ അവരോട് ആവശ്യപ്പെടണം. അപ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കും. ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഐശ്വര്യം പോയി എന്നല്ല, അവൻ്റെ ഐശ്വര്യം ഇരട്ടിയായെന്നാണ് എഴുതിയിട്ടുള്ളത്. അവൻ്റെ ഐശ്വര്യം പോയി, അവൻ്റെ ജീവിതം പോയി. വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ അഭിഷേകം പോകും, എനിക്ക് ബന്ധനം വരുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഐശ്വര്യമാണ് വർദ്ധിക്കുന്നത്, നിന്റെ നന്മയാണ് വർദ്ധിക്കുന്നത്. നീയാണ് അതിലൂടെ ഒരു പടി കൂടി അനുഗ്രഹിക്കപ്പെടുന്നത്. നീ കേട്ട ഈ വചനം, നിങ്ങൾ കേട്ട ഈ വചനം, പ്രിയരെ, നിങ്ങൾ കേട്ട ഈ വചനം നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി എന്നിവരുടെ ആ ഫോണിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോട് താഴെ എഴുതി കൊടുക്കുക. ജസ്റ്റ് ഈ വചനം ഒന്ന് കേൾക്കണം, മുഴുവനായി കേൾക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നത് എഴുതി വച്ച് 100% സത്യമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇത് എഴുതി വെച്ചോ, നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോ, മറക്കാനാവാത്ത വിധം ഈ വചനത്തിലൂടെ നിങ്ങൾ 100% അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചലനം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികളെ പരിശുദ്ധാത്മാവേ മാറ്റണമേ. ജീവൻ ഉണ്ടാകുന്ന കാറ്റ് ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈ കാറ്റിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. അവിടുന്ന് തൻ്റെ സമാധാനം നൽകി, അഭിഷേകത്തെ നൽകി, ആത്മാവിനെ നൽകി, വിടുതലുകളെ നൽകി, സൗഖ്യത്തെ നൽകി. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ വചനത്തിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.